അങ്ങനെ ഞങ്ങളുടെ സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ചെയ്തേക്കാണ് കൊടൈക്കനാലിൽ. ഞങ്ങളിപ്പോൾ ചെക്കൗട്ട് ചെയ്തതേ ഉള്ളൂ. തണുപ്പുണ്ട്, വെയിലുമുണ്ട്. രാത്രി നല്ല തണുപ്പുണ്ടായിരുന്നു, പകല് ചെറിയ തണുപ്പുള്ളൂ, വലിയ തണുപ്പൊന്നുമില്ല. ഇനി ഞങ്ങൾ കോക്കസ് പാർക്കിലോട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു 9:45 രാവിലെ ഒരു 9:45. ഇനി ഫുഡ് എന്തെങ്കിലും കഴിക്കണം പോകുന്ന വഴിക്ക്. പിന്നെ കോക്കസ് പാർക്കിൽ പോകണം. It is 20 rupees. Walk. Guys, this is Cocos Walk. Guys, ഇപ്പോൾ ഓഫ് സീസൺ ആണ്, സീസൺ അല്ല. ഇവിടെ തിരക്കൊക്കെ അത്യാവശ്യം കുറവാണ്. ദാറ്റ്സ് വൈ ലൈക്ക് ദിസ്. ഇതാണ് കൊടൈ. എനിക്ക് ക്യൂരിയസ് ആയിട്ട് തോന്നിയത് ഇവിടുത്തെ ഗ്ലാസ് ആണ് കേട്ടോ. നമ്മൾ ചായയൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് തരുന്നത് ഇങ്ങനെ ഫോയിൽ പോലത്തെ ഒരു ഗ്ലാസ്സിലാണ്. ചൂട് പെട്ടെന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇപ്പോൾ ചായ എന്തെങ്കിലും മേടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചൂട് പോകും, തണുപ്പായതുകൊണ്ട്. സോ ഇറ്റ്സ് വെരി ക്യൂരിയസ് ഫോർ മീ. ഗൈസ്, ഇതാണ് കോക്കസ് വാക്കിൻ്റെ എൻഡ് എന്ന് പറയുന്നത്. കോക്കസ് വാക്കിൻ്റെ പ്രധാന പ്രത്യേകത നമുക്ക് നടക്കാനുള്ള ഒരു ലോങ് വാക്ക് വേ ഉണ്ട്. ഇപ്പോൾ ഇത് സീസൺ അല്ല, ഫ്രൈഡേ കഴിഞ്ഞിട്ട് സാറ്റർഡേ സൺഡേ ഒക്കെയാണ് ഇവിടെ സീസൺ വരുന്നത്. സീസൺ ഉള്ളപ്പോൾ തിരക്ക് ഇച്ചിരി കുറവുണ്ട്, അതുപോലെ സ്റ്റോൾസ് ഇച്ചിരി കുറവാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കൊടൈക്കനാലിൻ്റെ ഒരുപാട് പ്രദേശം കാണാം. അതുപോലെ നല്ല മഞ്ഞ്, ആകാശം, ഒരു ഹൈ പോയിന്റിൽ നിന്നിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണ് കോക്കസ് വാക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കപ്പിൾസായിട്ട് വരുന്നവർക്കൊക്കെ ഒരുപാട് നേരം നടന്നു വരാനുള്ളതും അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള ഒരു സ്പേസ് ആണ് കോക്കസ് വാക്ക്. 20 രൂപയാണ് ഇവിടുത്തെ എൻട്രി വരുന്നത്. പിന്നെ അതുപോലെ ഐസ്ക്രീമോ അല്ലെങ്കിൽ ടീ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോളിൽ കിട്ടും. പിന്നെ നമുക്ക് ബൈനാക്കുലേഴ്സ് അവൈലബിൾ ആണ്, അതിന് സെപ്പറേറ്റ് പേയ്മെൻറ്റ് കൊടുക്കണം. അത് 5 രൂപയോ 10 രൂപയോ കൊണ്ടാണ് അതുവഴി നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇത്രയും മഞ്ഞുള്ളത് കൊണ്ട് നമുക്ക് വ്യൂസ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കണ്ടില്ല. സോ ദിസ് ഈസ് ഇതിൻ്റെ കോക്കസ് വാക്കിൻ്റെ സ്പെഷ്യാലിറ്റി ഇത്രയാണ്. ഇനി അടുത്ത സ്ഥലത്തോട്ട് പോകാം.